ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി ആണെന്നുണ്ടെങ്കിലോ നന്ദയുടെ വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ലാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നന്ദയുടെ കുഞ്ഞ് ആരുടെയാണ്, നന്ദയും അതുപോലെ തന്നെ നിർമ്മലും തമ്മിലുള്ള ബന്ധം എന്താ, ഇതൊക്കെ അറിയാതെ ഒരു സമാധാനവും നമ്മുടെ പിങ്കിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഗൗതം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയലൻ്റ് രൂപത്തിലാണ് നിൽക്കുന്നത്. വയലൻസ് ആണ് ഇപ്പോൾ ഗൗതത്തിൻ്റെ മുന്നിൽ. നന്ദയെ കാണുമ്പോഴേക്കും നന്ദ ഇനി നിർമ്മലിനെ കെട്ടിയോ, നിർമ്മലിൻ്റെ കൊച്ചാണോ, ഇതൊക്കെ അറിയാഞ്ഞിട്ട് ഗൗതവും ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ട് നന്ദയോടാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ പെരുമാറുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ടാണെങ്കിൽ നന്ദൂട്ടന് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്ദൂട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. ഏതായാലും അവിടെ നിന്ന് നമ്മുടെ നന്ദ എന്നിട്ട് നന്ദൂട്ടൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങ് പോയെന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ നന്ദയാണെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന് ഭയങ്കര വിഷമവും കാര്യങ്ങളും ആയിട്ടിരിക്കുക. അപ്പോൾ നിർമ്മൽ വന്നു. നിർമ്മലിനോട് കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ പറഞ്ഞു. നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു വിഷയം എന്തിനാ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഗൗതം സാറിനോടാണെങ്കിലും ഗൗതമേട്ടനോടാണെങ്കിലും പറഞ്ഞുകൂടെ, അത് എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും താനായിട്ടത് പറയില്ല എന്നുള്ള ഉറച്ച ഒരു ഇതിലാണ് നമ്മുടെ നന്ദയുള്ളത്. ഒരു കാരണവശാലും എന്നെ പറ്റിയോ എൻ്റെ കുഞ്ഞിനെ പറ്റിയോ അയാൾ അറിയണ്ട. കുറേ കാലം സത്യത്തിന് നേരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സറിയാതെ സ്വയം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചതല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് തന്നെ നമ്മുടെ നന്ദ അങ്ങ് തീരുമാനിക്കുക. അപ്പം നന്ദ അങ്ങനെ അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മലിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിർമ്മലിന് നന്ദ പറയുന്നതിനപ്പുറത്തേക്ക് മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിർമ്മൽ നന്ദയോട് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നന്ദാന്ന്. അപ്പോൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നിർമ്മലിന് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം നിർമ്മലാണെങ്കിൽ ആദ്യം ഒന്നും മടിച്ചെങ്കിലും നന്ദയേ ഉള്ളൂ നിർമ്മലിന് ഇപ്പോൾ ആകെ ബന്ധമൊന്നും സ്വന്തം എന്നൊക്കെ പറയാനായിട്ട്. ആ നന്ദയ്ക്കൊരാവശ്യം വരുമ്പോൾ താൻ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ആര് കൂടെ നിൽക്കും എന്നുള്ളൊരു ഒരു ഇതും കൂടെ വന്നു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യം പറയുക. ഇനി അങ്ങോട്ട് ഗൗതത്തിനെ വട്ടുപിടിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ നന്ദയുടെ തീരുമാനം. ആ പ്രതികാരം അത് താൻ ചെയ്യും എന്നുള്ള ഒരു തീരുമാനമാണ്. അത് പിങ്കിയെ വിവാഹം ചെയ്തു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഭയങ്കര ഇതായിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് പിങ്കിയും ഗൗതവും കൂടി അവിടെ വീട്ടിൽ അതായത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇനി അപ്പോൾ അപ്പോഴേക്കും പിങ്കി മരുന്നുമായിട്ട് വന്നു ഗൗതത്തിന്. അപ്പോൾ മരുന്ന് കൊണ്ടെന്ന് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഇനി ആരുടെ ഒരു മരുന്നും വേണ്ടെന്ന് പറഞ്ഞു ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക പിങ്കിയോട്. പിങ്കി എന്തായാലും ചോദിച്ചു, എന്താ ഗൗതം എന്താ ഇങ്ങനെ പറയുന്നത്, മരുന്ന് കഴിച്ചാലല്ലേ അസുഖം മാറുള്ളൂ, നന്ദ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. നന്ദ മാത്രമേ ലോകത്ത് ഡോക്ടറായിട്ടുള്ളൂ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു ഗൗതം പിങ്കിയോട് ദേഷ്യപ്പെടുക. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് പോകണമെന്നും പറഞ്ഞ് ഗൗതം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും നന്ദോട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി പപ്പ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, അമ്മയോട് എന്തിനാ ചൂടാവുന്നേ എന്ന് ചോദിച്ചു. അന്നേരം ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ കൊച്ചിനോട് ഒരു അതി റഫായിട്ട് സംസാരിക്കാം. അപ്പോൾ ഗൗതം എന്തിനാ മോനോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി അന്നേരം ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിനുശേഷം ഗൗതം ആണെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് ഇറങ്ങി പോകാമെന്നും ചോദിച്ചു പിങ്കി അവിടെ നിന്ന് ഇറക്കി വിടുക. പിങ്കി അന്നേരം അവസ്ഥ മനസ്സിലാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഭയങ്കര സൗമ്യ സ്വഭാവം ആ ഒരു രീതിയിലാട്ടോ പിങ്കി ഇങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയത്ത് കനകമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ നമ്മുടെ പവിത്ര അവിടെ വീട്ടിൽ പ്രകടിപ്പിക്കുക. അതായത് ഒരു ദിവസം പട്ടിണി കിടക്കുന്നു, അതുപോലെ രാവിലെ വെറും വയറ്റിൽ എഴുന്നേറ്റ് കൈപ്പക്ക കഴിക്കുന്നു, അപ്പോഴത്തേക്ക് വൊമിറ്റ് ചെയ്യുന്നു, പിന്നെ ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ പവിത്രയാണെന്നുണ്ടെങ്കിൽ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കോ എല്ലാവരും ഓടി വന്ന് പവിത്രയോട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പവിത്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പവിത്ര ഗർഭിണിയാണോ എന്നുള്ളൊരിത് മോഹിനി ഒരു കാര്യമോട് എടുത്തിടുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പവിത്ര ഗർഭിണിയാണേ എന്നിങ്ങനെ എല്ലാവരും ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോഴത്തേക്കും കൊനകം നീ കണ്ടോടി, ഇതിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ, അത് കഴിയുമ്പോൾ നിൻ്റെ കള്ളത്തറി ഞാൻ തന്നെ പൊളിച്ച് തരാവിടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കനകമ്മ ഇങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ. പിന്നെ പവിത്രയെ എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കാൻ നോക്കുന്നു. കാരണം പവിത്രയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യവരത്തിൻ്റെ അനന്തരാവകാശിയാണല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ അവകാശിയായിട്ടുള്ള കുട്ടിയാണല്ലോ, നന്ദൂട്ടനെ പോലെ ദത്തെടുത്തതല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് ലെവലിലാവർക്കും ഉണ്ട്. അങ്ങനെ അവിടുന്ന് പോരാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി, അതായത് ഗൗതവും പിങ്കിയും കൂടെ അവിടുന്ന് പോരാനായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം സെറ്റ് ചെയ്യുവാണ്. ഈ സമയത്താണെങ്കിലും നന്ദൂട്ടനുമായിട്ട് കളിക്കാനും അല്ലെങ്കിൽ നന്ദൂട്ടനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ മിസ് ചെയ്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഗൗരിക്കുട്ടി. എന്നിട്ട് പിന്നെ നിർമ്മലി എന്ന് ഗൗരിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ ഇനി അവിടെ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ അതും പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് നിർമ്മലും നന്ദയും കൂടി കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അതായത് ഇവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. അവിടെ അപ്പോൾ ഗൗതവും പിങ്കിയും ഉണ്ട്. അങ്ങനെ ഗൗതവും പിങ്കിയും ഉണ്ട്,
അപ്പോൾ ഇവരെ അത് കാണിക്കണം, അതിന് വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദോട്ടൻ ഓടി ഇറങ്ങി വന്നു. ഗൗരിയും ഓടി ചെന്നപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുക. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി കളിക്കുകയും ചിരിക്കുകയും വർത്തമാനം പറയുകയും വിശേഷം പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നന്ദോട്ടൻ പോകുന്നതിനെ പറ്റിയും പിന്നെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. പിങ്കി ഇറങ്ങി വന്നപ്പോഴേക്കും ഇവരിങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടു, കുട്ടികൾ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് പിങ്കിക്ക് ഭയങ്കര ഒരിത്. അപ്പോൾ പിങ്കി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ നന്ദയും കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് വന്നത്. കുഞ്ഞുങ്ങളുടെ നടുവിൽ വന്നിരുന്നു. അപ്പോൾ നിർമ്മലിനെ പിങ്കി കാണുന്നില്ല. നന്ദയും കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് വന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, ഇവരുമായിട്ട് ചിരിയും കളിയും ഒക്കെ ആയിട്ടിരിക്കുന്നു. പെട്ടെന്നാണ് പിങ്കി ഇതെടുത്ത് വീഡിയോ എടുക്കാം എന്നൊരു ഇത് വന്നത്. കാരണം ഇത് കയ്യിലിരിക്കുന്നത് ഒരിതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പിങ്കി അത് ഫോണിൽ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഫോണിൽ അത് റെക്കോർഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുകയാണ്. ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ അങ്ങോട്ടേക്ക് കയറി ചെന്നു. നന്ദ കയറി ചെന്നിട്ട് പിങ്കിയോട് മരുന്ന് മേടിച്ചോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മരുന്ന് മേടിച്ച കാര്യങ്ങളൊക്കെ പിങ്കി പറഞ്ഞു. അപ്പോഴും പിങ്കി ഇങ്ങനെ നന്ദയോട് കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചോദിക്കാൻ ശ്രമിക്കുമ്പം നന്ദ ഭയങ്കരമായിട്ട് വയലൻ്റായി ഷൗട്ട് ചെയ്ത് തന്നെ പിങ്കിയുടെ മുന്നിൽ നിൽക്കുവാണ്. അങ്ങനെ പിങ്കിക്ക് പിടി കൊടുക്കാതെ ആ ഒരു സമയത്ത് ഗൗതത്തിൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇനി നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് കൺസൾട്ട് ചെയ്താൽ മതി, അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, നന്ദുവിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി മരുന്നുമായിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം സംസാരിച്ചിട്ട് നന്ദ അവിടെ നിന്ന് പോകും. അപ്പോൾ നന്ദ പോകാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നു. നിർമ്മൽ അങ്ങോട്ടേക്ക് വന്നപ്പോൾ നന്ദയെ കൊണ്ടുപോകാനായിട്ടിരുന്നു. നന്ദയാണെങ്കിൽ നിർമ്മലിനോട് ഭയങ്കര അടുത്ത് ഇടപഴകി സംസാരിക്കുന്നു. ഇവരുടെ കണ്ണി പൊടിയിടാനാണല്ലോ. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ളവർ തമ്മിലുള്ള ആ ഒരു ഇടപെടലും കാര്യങ്ങളും ഒക്കെ ആയിട്ടും നിർമ്മലും നന്ദയും കൂടെ സംസാരിക്കുന്നതൊക്കെ പിങ്കി അകത്ത് നിന്ന് കാണുമോ. ഇത് കണ്ടപ്പോൾ പിങ്കിക്ക് സഹിക്കുന്നില്ല. പിങ്കി ആണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇതിലെ സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ളൊരു വെപ്രാളമാണ് പിങ്കിക്ക്, ഒരു ടെൻഷനാണ് പിങ്കിക്ക്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വല്ലായ്മയാണ് പിങ്കിക്ക്. അങ്ങനെ പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബൈക്കിലേക്ക് കയറി നന്ദയാണെങ്കിൽ നിർമ്മലിനെ വട്ടം കെട്ടിപ്പിടിക്കുന്നു. ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. അപ്പോൾ നിർമ്മലും പിങ്കിയോടൊരു പ്രതികാരം, പിങ്കിയോട് ഭയങ്കര ദേഷ്യം നിർമ്മലിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മലും അത് മാക്സിമം ആ ഒരു മൈൻഡിൽ തന്നെ കാണുകയാണ്. അപ്പോൾ പിങ്കി എന്നിട്ട് നിർമ്മൽ ഇങ്ങനെ പുച്ഛഭാവത്തോടു കൂടിയൊക്കെ ചിരിച്ചു നോക്കുന്നു. അങ്ങനെയൊക്കെ ആ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയെ ശരിക്കും അവർ ഫ്ലാറ്റ് ആക്കി എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് പിങ്കിയെ നോക്കി ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ പിങ്കി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതുപോലെ ഇങ്ങനെ നിൽക്കുവാട്ടോ. പിങ്കിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിങ്കി ആണെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നന്ദയും നിർമ്മലും തമ്മിലുള്ള ബന്ധം അത് അറിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ തീരുമാനിച്ച് നിൽക്കുക. എന്നിട്ട് നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതത്തിനോട് നന്ദ വന്ന കാര്യങ്ങളും മരുന്നിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നിർമ്മലുമായിട്ട് നന്ദയുടെ ആ ഒരു ബന്ധമാണ് ഗൗതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമാണ് പിങ്കിയോട് എന്നിട്ട് ഭയങ്കര നമുക്ക് പോകാൻ റെഡിയാകാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ പിങ്കിയും ഇന്ന് പോകണ്ട നാളെ പോകാമെന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കും. എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിങ്കി നേരെ വീണ്ടും പോകുന്നത് നന്ദയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം നന്ദ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഏത് നേരം ഇങ്ങോട്ടേക്ക് വരരുതെന്ന്, എന്ത് കാണാനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിങ്കിയോട് ദേഷ്യപ്പെടുക. നന്ദ, നീ എന്നെ ആട്ടി ഇറക്കിയാലും ആട്ടി ഓടിച്ചാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും, നീ അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം പിങ്കിയുടെ മനസ്സിൽ പണ്ടത്തെ അത്രയും വിഷയം ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ. എന്തായാലും പിങ്കി ആണെങ്കിലും നന്ദയുടെ മുന്നിൽ വന്ന് നിന്ന് പറയാൻ തുടങ്ങുമ്പോൾ നന്ദ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. താൻ ഇനി ഒന്നും പറയണ്ട, നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നാണ് നന്ദ പറയുന്നത്. പറ്റില്ല, നീ കേട്ടേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി തറപ്പിച്ചങ്ങ് പറഞ്ഞു. നീ വിചാരിക്കുന്നത് പോലെ ഞാനും ഗൗതം സാറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പം അത് പറഞ്ഞപ്പം ആരുടെ കണ്ണിലാണ് നീ പൊടിയിടാൻ നോക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ആരുടെയും കണ്ണിൽ പൊടിയിടാൻ നോക്കിയതല്ല നന്ദ, ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കുക. സത്യമായിട്ട് ഗൗതം സാറിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ നീ എന്നെ കേൾക്കണ്ട, പക്ഷെ നന്ദുമോൻ്റെ അമ്മയാണെന്നുള്ള ഇതിൽ നീ എന്നെ കേട്ടേ പറ്റൂ, നീ എന്നെ അറിഞ്ഞേ പറ്റൂ, നീ എന്നെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്ന് നന്ദയോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദ ഒന്നും മിണ്ടിയില്ല കേട്ടോ. നന്ദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇപ്പോൾ പിങ്കിക്ക് പറയാനൊരിതായി എന്ന് പിങ്കിക്ക് എന്നെ മനസ്സിലായി. അത് കഴിഞ്ഞപ്പം പിങ്കി സംഭവിച്ചത്, അതായത് ഇവരിറങ്ങിപ്പോയി അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ നടന്ന കാര്യങ്ങളെല്ലാം പിങ്കി വള്ളി പുള്ളി തെറ്റാതെ നന്ദയോട് പറയുവാണ്. അപ്പോൾ നന്ദുമോന് വേണ്ടി മാത്രം ഒരു ജീവിത കരാർ ഉണ്ടാക്കിയതാണ് ഞങ്ങളെന്നും ഗൗതം സാർ തകർന്നു പോയെന്നും അതുപോലെ തന്നെ ഗൗതത്തിനെ രക്ഷിച്ചെടുക്കാൻ ഈ നന്ദൂട്ടൻ എന്നുള്ളൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ അമ്മയായി ഞാൻ മാറുകയായിരുന്നു എന്നും അങ്ങനെ എല്ലാം പറഞ്ഞു പിങ്കി കരയുമ്പോൾ നന്ദ ഒന്നും പ്രതികരിക്കുന്നില്ല, മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതാണ് സംഭവിച്ചത്, നീ എന്നെ വിശ്വസിക്കണം,
എൻ്റെ മോൻ നന്ദു ആണെങ്കിൽ സത്യം നീ ഇതെല്ലാം വിശ്വസിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുക. അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ നിൻ്റെ ജീവിതം കാർന്നെടുക്കാൻ വന്നിട്ടില്ല, നീയും കുഞ്ഞും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് തൊട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പം നന്ദ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു ചോദിച്ചു. എല്ലാം ശരിയാണ്, നിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് 100% ശരിയാണെന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ കുഞ്ഞിന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഇവർ തമ്മിൽ സംസാരിക്കുക. അതിനുശേഷം പിന്നെ ആ ഒരു കോൺവെൻറ്റിലെ മദർ വീണ്ടും വീണ്ടും നന്ദൂട്ടൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ. കോൺവെൻറ്റിൽ നന്ദൂട്ടനെ കണ്ടെത്തണം, നന്ദൂട്ടനെ എനിക്ക് കാണണം, സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നന്ദൂട്ടൻ്റെ വിവരങ്ങളെല്ലാം ഈ മാഡം സിസ്റ്റർ തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞു, നന്ദൂട്ടൻ ഇങ്ങനെ കാലിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരിടം വരെ പോയിരിക്കുകയാണ്, തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വീട്ടിൽ പോയി കാണാം, അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അവരപ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ നന്ദൂട്ടൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനും നന്ദൂട്ടനെയും കുടുംബത്തെയും കാണാനും ഒക്കെയുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് പിങ്കി നന്ദയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ നന്ദയ്ക്ക് പിങ്കിയോട് വലിയ വൈരാഗ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നന്ദയ്ക്കാണെങ്കിലോ ഗൗതം സാറിനോട് ഇച്ചിരി പ്രതികാരമുണ്ട്. ഗൗതത്തിനെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരിതിൽ തന്നെയാണ് നന്ദ. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ആകെ വല്ലാതെയായി. അപ്പോൾ പിങ്കി നൈസായിട്ട് നന്ദയുടെ കുഞ്ഞിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നന്ദയ്ക്കൊരു ഡൗട്ട്, ഇത് പറയണോ വേണ്ടയോ എന്ന്. ഇത് പറഞ്ഞാൽ നന്ദ ചെന്ന് ഇനി പറയുമോ എന്നുള്ള പിങ്കി എന്ന് പറയുമോ എന്നുള്ളൊരു പേടി നന്ദയ്ക്ക് പെട്ടെന്ന് വന്നു. പക്ഷേ നന്ദയ്ക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം പിങ്കി ഇത്രയും കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നന്ദയും പിങ്കിയോട് ഇത് പറയാൻ തീരുമാനിച്ചു. പക്ഷെ 1000 സത്യയിടലും അതുപോലെ നമ്മൾ തമ്മിൽ മാത്രമേ അറിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും പറഞ്ഞൊരു ധാരണയിലെത്തി ഗൗതത്തിൻ്റെ കുഞ്ഞാണ് ഗൗരി എന്നുള്ള കാര്യം പിങ്കിയോട് പറയുകയാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം നമ്മുടെ നന്ദ പിങ്കിയോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു കഥ കേട്ട് നമ്മുടെ പിങ്കിയും നന്ദം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. പിങ്കിക്കാണ് മൊത്തത്തിൽ നഷ്ടമെന്ന് പിങ്കിക്ക് അറിയാം. പക്ഷെ എന്തോ പിങ്കിക്ക് ഇപ്പം നന്ദയോട് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനൊരു മരപ്പാവയെ പോലെ ഒരു ജീവിതം ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരിത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിങ്കിയുടെ മനസ്സ് മാറിയത്. അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് പിങ്കി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. എന്തായാലും രണ്ടിലൊന്നും ഉറപ്പാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലായിട്ടോ നന്ദയും പിങ്കിയും തമ്മിൽ. ഇനിയിപ്പം നന്ദൂട്ടൻ്റെ ചികിത്സയ്ക്ക് എല്ലാത്തിനും പിങ്കി വരിക അങ്ങനെയൊക്കെയുള്ളൊരു ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാം സെറ്റാക്കി. ഇത് കഴിഞ്ഞിട്ട് ഇവരിവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഗൗതവും പിങ്കിയും കുഞ്ഞും കൂടെ അവിടെ നിന്ന് പോണു. അവർ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ്. ഗൗതം ചെന്ന് കയറിയപ്പോൾ ആരോടും മിണ്ടുന്നില്ല, ഭയങ്കര ദേഷ്യം കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ കാര്യം, എന്താ ഗൗതത്തിന് പറ്റിയത്, ഗൗതം എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗൗതത്തിനാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ആ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടി തപ്പി നിൽക്കുക. മുറിയിലേക്ക് ചെന്ന് അവസാനമായി നന്ദയോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഗൗതത്തിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഗൗതം എന്ത് ചെയ്തു, ആ ഫോട്ടോ നടുവേ വലിച്ചു കീറുവാണ്. അങ്ങനെ വലിച്ചു കീറുന്നത് കണ്ടുകൊണ്ടാണ് പിങ്കി ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെന്നിട്ട് ഗൗതം അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗൗതം അത് കീറിക്കളഞ്ഞു. പിന്നെ ഗൗതം പിങ്കിയോട് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുക, ഇനി എനിക്ക് അങ്ങനൊരു ആളെ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ അവളുണ്ടായിരുന്നു എന്നും അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ഇനി അവളെൻ്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഗൗതം ഒരിക്കലും അങ്ങനെ പറയരുതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നെഞ്ചിൽ കൈ വെച്ചിട്ട് ഒരിക്കലും ഗൗതത്തിന് നന്ദയെ പിരിയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, നന്ദയുടെ ഓർമ്മ ഒരിക്കലും ഇല്ലാതാവുന്നില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയാം. അപ്പോൾ ഗൗതമാണെങ്കിൽ പിങ്കിയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. ഇത് കറങ്ങി തിരിഞ്ഞെന്നിട്ട് ഈ നന്ദയും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇന്ത്യവരത്തിൽ അവർ അറിയുവാണ്. ലക്ഷ്മിയാണ് ആദ്യം ഇത് വീഡിയോയിലൂടെ കാണുന്നത്. ഇവർ പറഞ്ഞു. അങ്ങനെ വീഡിയോയിലൂടെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തം വിട്ട് നന്ദയെ കണ്ട് അന്തം വിട്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും അരുന്ധതി ആ ഒരുമ്പെട്ടവൾ വീണ്ടും ഈ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കാൻ വേണ്ടി വന്നിരിക്കുക. അവൾ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി കളഞ്ഞു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അരുന്ധതി വട്ടം തിരിയുവാണ് നന്ദയ്ക്ക് നേരെ. നന്ദ എന്ന് പറയുന്ന ആളാണ് ആ ജന്മ ശത്രു എന്നുള്ള രീതിയിലാണ് അരുന്ധതിയുടെ സംസാരം. അപ്പോൾ ആ കുഞ്ഞ് തന്നെയാണ് സ്വന്തം കുടുംബത്തിൽ ജീവിക്കുന്നതെന്ന് അറിയാതെ അറ്റുകുത്തി പ്രാകുക നന്ദയെ. നന്ദ ഗതി പിടിക്കില്ല, നന്ദ അത് ചെയ്യില്ല, നന്ദ ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് പ്രവചനാതീതമായ മുഹൂർത്തങ്ങളിലൂടെ എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാക്കി തരാത്ത രീതിയിലൂടെയൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.